തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസിനെ ചവിട്ടി പുറത്താക്കി മലയാള സിനിമാ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ റിലീസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻ ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചിരുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ പ്രൊജക്ട് പൂർണ്ണമായി ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ട്. ലൈക്കയ്ക്ക് പകരം ശ്രീ ഗോകുലം മൂവീസ് ആയിരിക്കും നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുക്കുക. പ്രീ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളാണ് ലൈക്ക പിന്മാറാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ലൈക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ ആശീർവാദ് സിനിമാസ് തയ്യാറാകാതെ വന്നതോടെ പ്രശ്നം സങ്കീർണമായി. എമ്പുരാനു വേണ്ടി ഇതുവരെ ചെലവഴിച്ച പണത്തിനൊപ്പം നഷ്ടപരിഹാരമായി 15 കോടിയോളം രൂപയും ലൈക്ക ആശീർവാദ് സിനിമാസിനോട് ആവശ്യപ്പെട്ടതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഗോകുലം മൂവീസിന്റെ സഹായം ആശീർവാദ് സിനിമാസ് തേടിയിരിക്കുന്നത്. സമീപകാലത്ത് ലൈക്ക ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ പരാജയങ്ങൾ ലാൽ സലാം, ഇന്ത്യൻ 2, വിടാമുയർച്ചി, വേട്ടയ്യൻ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കിയില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് എമ്പുരാനിൽ നിന്നും ലൈക്ക പിന്മാറിയെന്നാണ് വിവരം. അതേസമയം ഗോകുലം മൂവീസ് എത്തിയത് എമ്പുരാന് ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രമോഷനിലടക്കം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നിർമ്മാണ കമ്പനിയാണ് ഗോകുലം മൂവീസ്. ലൈക്കയുള്ളപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ക്രീനുകൾ ഗോകുലം മൂവീസിലൂടെ ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ടീസറും ക്യാരക്ടർ പോസ്റ്ററും എല്ലാം കൂടി ഫെബ്രുവരി 26 എമ്പുരാനുമായ എല്ലാ അപ്ഡേറ്റുകളും അവസാനിച്ച് 16 ദിവസങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ഇന്നലെ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് നൽകുകയുണ്ടായി മലയാള സിനിമാ പ്രേക്ഷകർക്കായി. എമ്പുരാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എവിടെയെന്ന് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു അപ്ഡേറ്റ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് എമ്പുരാന്റെ റിലീസ് ഡേറ്റ് ഏകദേശം കൺഫേം ആയെന്ന വിവരവും ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും നിലവിലുണ്ടായിരുന്ന നിർമ്മാണ പങ്കാളിത്ത പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ശ്രീ ഗോകുലം മൂവീസ് കൂടി എത്തുന്നതോടെ മാർച്ച് 27 തന്നെ എമ്പുരാന്റെ റിലീസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.